ശബരിമലയിലെ കാണാതെ പോയ മഹസർ അത് SIT കണ്ടെത്തി. കഴിഞ്ഞ കുറേ ദിവസമായി ഈ മഹസർ 99 സ്വർണം പൂശിയ വിവരമുള്ള മഹസർ അത് ദേവസ്വം ബോർഡിൽ നിന്ന് ഹാജരാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ശബരിമലയിലെ സ്പെഷ്യൽ SP കണ്ടെടുക്കുകയോ ചെയ്യാത്ത മഹസർ അതിപ്പം SITയുടെ 2 ദിവസത്തെ ശ്രമത്തിൻ്റെ ഫലമായി ദേവസ്വം ബോർഡിൽ നിന്ന് കണ്ടെത്തി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. 1999 ശബരിമലയിലെ അവിടെ സ്വർണം പൂശിയ 44 കിലോ 800 ഗ്രാം അന്ന് അത്രയും കൊടുത്ത ആ വ്യവസായി കൊടുത്ത ആ സ്വർണത്തിൻ്റെ കണക്ക് അത് 38 കിലോ 500 ഗ്രാം മാത്രമേ പൂശിയുള്ളൂ എന്നൊക്കെയായിരുന്നു വാർത്ത വന്നത്. 4 കിലോ ചില്ലുവാനും 6 കിലോ ചില്ലുവാനും എവിടെ പോയി എന്നുള്ള കാര്യം കൂടെ അന്വേഷിക്കണമെന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം അന്നത്തെ ഒരു മഹസറുണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് കണക്കുണ്ടെന്ന് കരുതുന്നു. പൂശിയതിൻ്റെ കണക്ക് എന്തായാലും ഉണ്ടാവും. 1999 ആ കണക്ക് ഇപ്പം SIT ടീമിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ആ അന്വേഷണത്തിന് തീർച്ചയായിട്ടും വളരെയധികം സഹായമാണ്. എത്രയാണ് ആ ശബരിമലയിലെ അവിടുത്തെ വാതിലിലും കട്ടിളപ്പടിയിലും ദാരുശില്പത്തിലുമൊക്കെ അടിച്ചതും പൊതിഞ്ഞതും ഒരു കണക്കില്ലായിരുന്നു. ഊഹാഭോഗത്തിൽ തന്നെയാണ് നീങ്ങുന്നത്. ഏതായാലും അതിനകത്ത് ആ സ്പോൺസർ അല്ലെങ്കിൽ UB ഗ്രൂപ്പുകാർ കൊടുത്ത സ്വർണത്തിൻ്റെ കണക്കുണ്ടാവണം, അവിടെ തേച്ചതും പതിച്ചതുമായ സ്വർണത്തിൻ്റെ കണക്കുണ്ടാവണം. ഇല്ലെങ്കിൽ തന്നെയും അവിടെ കൊടുത്ത സ്വർണം എത്രയായാലും ശരി പൂശിയതിൻ്റെയും പതിച്ചതിൻ്റെയും കണക്കിൻ്റെ മഹസർ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് SIT ടീമിന് കൃത്യമായ ഒരു കണക്ക് മുമ്പിൽ വന്നിരിക്കുന്നു. അത് അഡ്മിറ്റഡ് എവിഡൻസ് ആണ്. കാരണം അത് ദേവസ്വം ബോർഡിൽ തന്നെ സൂക്ഷിച്ചതാണ്. അന്ന് ദുരുദ്ദേശമൊന്നും അടിക്കുന്ന സമയത്ത് ആരുടെയും മനസ്സിലില്ല. അതിന് മുമ്പുണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. അടിച്ചതിൻ്റെ മഹസർ കൃത്യമായിട്ട് ഇപ്പം വെളിയിൽ വന്നു. അത് കൊടുക്കാതിരിക്കാൻ ദേവസ്വം ബോർഡിലെ ചില തൽപര കക്ഷികൾ സൂക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ നോക്കിയിരുന്നു. അതുകൊണ്ട് അത് അവർക്ക് ഹാജരാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് SIT ടീമിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ SIT ടീം അത് കണ്ടെത്തി. ഏതായാലും മുരാരി ബാബുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മുരാരി ബാബുവിനെ വിട്ടു. നവംബർ 13 വരെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മുരാരി ബാബു പോയിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ജയിലിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി പാർപ്പിച്ചു. അതോടൊപ്പം തന്നെ 2ാമത്തെ FIRൽ മുരാരി ബാബുവിനെ പ്രതിയാക്കിയിട്ടുണ്ട്. 2 FIR ഉണ്ട്. ആദ്യത്തെ FIRൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിനകത്ത് കൽപേഷുണ്ട് 2ാം പ്രതിയായിട്ട്. 2ാമത്തെ FIRൽ മുരാരി ബാബുവിനെയും കൂടെ പ്രതിയാക്കി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിനെ 4 ദിവസം കസ്റ്റഡി കിട്ടിയ ശേഷം ഇപ്പോൾ കസ്റ്റഡി ചോദിച്ചില്ലെങ്കിലും 14 ദിവസം വരെ റിമാൻഡിലേക്ക് പോയി. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാലാവധി കഴിഞ്ഞ് ഹാജരാക്കിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തീർച്ചയായിട്ടും വീണ്ടും കസ്റ്റഡി പോലീസ് ചോദിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വക്കീൽ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചില അസുഖങ്ങളുണ്ട്, എപ്പിലെപ്സി ഉണ്ട്, ബോധക്കേടുണ്ടാവും, അതുകൊണ്ട് ജാമ്യം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കൊടുക്കുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു. കാരണം എപ്പിലെപ്സി ഉള്ളവർ ധാരാളം പേര് ജയിലിലുണ്ട്. അതിനുള്ള സംവിധാനം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സംവിധാനം ജയിലിലുണ്ട്. അതുതന്നെയല്ല, ബാക്കി വെളിയിൽ ആണെങ്കിലും മെഡിക്കൽ കോളേജുകളിലും മറ്റിടത്തും കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് ആ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ വക്കീൽ കോടതിയിൽ പറഞ്ഞു. കോടതി അത് കേട്ടു. മെഡിക്കൽ എവിഡൻസ് തീർച്ചയായിട്ടും കൊടുക്കണമെന്ന്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും കൊടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്യാമെന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ അംഗീകരിക്കുകയും ചെയ്തു. ഇനി ഈ കേസിനകത്ത് കടന്നു വരാനുള്ള പ്രതികൾ ആരൊക്കെയാണ്? ഇപ്പം മഹസർ കിട്ടിയുകൊണ്ട് പോലീസിന് കണ്ടെടുത്ത സ്വർണം എത്രയുണ്ടെന്നും മഹസറിനകത്ത് അന്ന് തേച്ച സ്വർണം എത്രയുണ്ടെന്നും കൃത്യമായിട്ട് കണക്കായി. അതിൻ്റെ ഒരു വിഭാഗം മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ. ഇനി ഉള്ള സ്വർണം കണ്ടെടുക്കേണ്ടത്
ഏത് കാലഘട്ടത്തിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 2019 ഇൻസിഡൻ്റാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 2019 കാണാതെ പോയെന്ന് കരുതപ്പെടുന്ന, അന്ന് അടിച്ചു മാറ്റിയെന്ന് കരുതപ്പെടുന്ന, അന്ന് പൂശിയതും അല്ലെങ്കിൽ പൊതിഞ്ഞതുമായ സ്വർണത്തിൻ്റെ ഒരു ഭാഗം കണ്ടെടുത്തിട്ടുണ്ട്, തൊണ്ടി. അതുകൊണ്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അത് മതി. ഇനി ബാക്കിയുള്ള കേസിനകത്ത് കണ്ടെടുത്താൽ മതി. കാരണം ഈ കേസിനകത്ത് ഇനി ആരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. 2 FIR ആയി. അല്പം ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേ അത് മെച്യൂർ ആവുകയുള്ളൂ. കാരണം കുറച്ചുകൂടെ എവിഡൻസുകൾ കളക്ട് ചെയ്യാനുണ്ട്. അതുപോലെ കളക്ട് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ചില ആൾക്കാരെയും കൂടെ ഈ കേസിനകത്ത് ഉൾപ്പെട്ട ചിലരെ കൂടെ കസ്റ്റഡി എടുക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുമുണ്ട്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ ചിലപ്പം ഇതിനകത്ത് മേജറായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ 2-3 പേരെയും അതിനകത്ത് അറസ്റ്റ് ചെയ്യേണ്ടി വരും. രാഷ്ട്രീയപരമായ സമ്മർദ്ദം എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല. ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അറസ്റ്റ് മതിയോ എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല. ഈ കേസിന് 2019 ഈ സംഭവം ഹൈക്കോടതിയിൽ 6 ആഴ്ചയ്ക്കകം അല്ലെങ്കിൽ 8 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അതിനുള്ള റിക്കവറി ആയിട്ടുണ്ട്. അവിടെ മൊത്തം എത്ര അടിച്ചു എന്നുള്ള കണക്കും വന്നു കഴിഞ്ഞു. അതിനകത്തുനിന്ന് എത്ര അടിച്ചുകൊണ്ട് പോയി, അത് ആ അടിച്ചുകൊണ്ട് പോയതിന് മാത്രം, കണ്ടെടുത്തതിന് മാത്രം കുറ്റച്ചാർജ് കൊടുക്കുന്നതിന് നിയമ തടസ്സങ്ങളില്ല. ബാക്കി എടുക്കുന്നതിനും സബ്സിക്വൻ്റായിട്ട് FIR എടുക്കുകയും അല്ലെങ്കിൽ ഒരു അഡീഷണൽ ചാർജ് ചെയ്തിൽ തന്നെ പിന്നീട് അതിന് അന്വേഷണം പൂർത്തിയാക്കുമ്പം കൊടുക്കുകയും ചെയ്താൽ മതി. അതുകൊണ്ട് ഇനിയുള്ള SITയുടെ അന്വേഷണം കുറച്ച് ദുർഘടമാണ് അല്ലെങ്കിൽ കുറച്ച് ശ്രമകരമാണ് എന്ന് ഞാൻ പറയുമെങ്കിലും 6 ആഴ്ചത്തെ അന്വേഷണത്തിൽ ഏകദേശം കേസിൻ്റെ ഹൈക്കോടതി നിർദ്ദേശിച്ച കേസിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിയും. അതോടൊപ്പം തന്നെ 1999 ആ മഹസർ കിട്ടിയിട്ടുണ്ട്. അന്ന് എത്ര അടിച്ചിട്ടുണ്ട്, അവിടെ എത്ര തേച്ചിട്ടുണ്ട് സ്വർണം, ആ കാര്യത്തെപ്പറ്റി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതിന് വേറെ ടീം വരേണ്ടി വരും. വേറെ FIR പലതും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. SIT തന്നെ ബാക്കി കാര്യം കൂടെ അന്വേഷിക്കാൻ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവ് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേ അധികം FIR എടുക്കേണ്ടി വരും. പലരും വൻമരങ്ങളും വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കേസിനകത്ത് ഇതിൻ്റെ കംപ്ലീഷൻ ചാർജ് കൊടുക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിലെ 2-3 പ്രസിഡന്റുമാർ പ്രതിയാകും എന്നുള്ള കാര്യം സംശയമില്ല. ആദ്യത്തെ FIRനകത്ത് 10 പേരോളം പ്രതിയാക്കിയിട്ടുണ്ട്. അവരെ ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ FIRനകത്ത് ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകൾ എത്ര പേര് വരുമെന്ന് അറിയില്ല. ചിലർ റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഏതായാലും ഒരാഴ്ച ഇവിടെ കഴിയുമ്പം ഏകദേശം ശബരിമല തട്ടിപ്പിൻ്റെ ഒരു കാര്യമായ ചില വിവരങ്ങൾ നമുക്ക് ഏകദേശം ഒരു രൂപം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.